ഹായ് മേരെ പ്യാരെ ബച്ചോ സബ്കോ ആദാബ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മുടെ എക്സാമിങ് അടുത്തെത്തിയല്ലോ. അപ്പോൾ നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കൂട്ടുകാരെ പരിചയപ്പെടുത്തുന്നത്. 10ാം ക്ലാസ്സിൽ ഉറുദു പഠിക്കുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങളുടെ ഉറുദു പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നോക്കൂ, സവാനി നോട്ട് അഥവാ ജീവചരിത്രക്കുറിപ്പ് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് തയ്യാറാക്കാം എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം, നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു സവാനി നോട്ട് തയ്യാറാക്കുന്ന സമയത്ത്? നോക്കൂ, ഇവിടെ ചോദ്യം ഇങ്ങനെ നൽകിയിരിക്കുന്നു. നീച്ചെ ചന്ദ് മാലൂമാത്ത് ദീ ഗയി ഹേ. താഴെ ചന്ദ് മാലൂമാത്ത് കുറഞ്ഞ വിവരങ്ങൾ ദീ ഗയി ഹേ നൽകിയിട്ടുണ്ട്. ഉൻകി മദദ് സേ അവയുടെ സഹായം കൊണ്ട് മുൻഷി പ്രേംചന്ദ് കാ ഏക് സവാനി നോട്ട് തയ്യാർ കീജിയേ. മുൻഷി പ്രേംചന്ദിനെ കുറിച്ച് നമുക്കറിയാം. ഉറുദുവിലെയും ഹിന്ദിയിലെയും ഏറ്റവും പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു സവാനി നോട്ട് തയ്യാറാക്കാൻ കൂടുതലും എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടിയാണ് കേട്ടോ. നോക്കൂ, ഉൻകി മദദ് സേ മുൻഷി പ്രേംചന്ദ് കാ ഏക് സവാനി നോട്ട് തയ്യാർ കീജിയേ. ഒരു ജീവചരിത്ര കുറിപ്പ് തയ്യാർ കീജിയേ, തയ്യാറാക്കൂ എന്നാണ് പറയുന്നത്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ അസിൽ നാം, യഥാർത്ഥ പേര് ധനപത് റായ്. യഥാർത്ഥ പേരെന്താണ്? ധനപത് റായ് എന്നാണ് അസിൽ നാം, യഥാർത്ഥ പേര്. പൈദായിഷ് ജനനം, പൈദായിഷ് ജനനം ബനാറസ് കെ ഖരീബ്, ബനാറസിനടുത്ത് ലംഹെ ഗാവ് മേ 31 ജൂലൈ 1880 ईस्वी में. ഓക്കെ, ബനാറസ് കെ ഖരീബ്, ബനാറസിനടുത്ത് ലംഹി എന്ന ഗ്രാമത്തിൽ, ലംഹി എന്ന ഗ്രാമത്തിൽ 31 ജൂലൈ 31 1880 അദ്ദേഹം ജനിക്കുന്നത്. പൈദായിഷ്. അദ്ദേഹത്തിൻ്റെ ഷുഹറത്ത്, അദ്ദേഹം ഏറ്റവും പ്രശസ്തമായത് ഉറുദു और ഹിന്ദി के മഷഹൂർ അഫ്സാന നിഗാർ और നോവൽ നിഗാർ है. ഉറുദുവിലെയും അതുപോലെ ഹിന്ദിയുടെയും മഷഹൂർ, ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ചെറുകഥാകൃത്ത് അഫ്സാന നിഗാർ, ചെറുകഥ, അതേപോലെ നോവൽ നിഗാർ എന്നാണ്, നോവൽ എഴുത്തുകാരനും കൂടിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഓക്കെ, ഇന്തികാൽ മരണം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ബനാറസിൽ 8 ഒക്ടോബർ 1936 ईस्वी. ഓക്കെ, 1936 ഒക്ടോബർ 8 അദ്ദേഹം ബനാറസിൽ ഇന്തികാൽ, അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ നോക്കൂ, അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ തയ്യാറാക്കുമ്പോൾ, സവാനി നോട്ട് തയ്യാറാക്കുന്ന സമയത്ത്, ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ സെൻറ്റൻസ് എഴുതുന്നു പ്രേംചന്ദ് ഉറുദു और ഹിന്ദി के മഷഹൂർ അഫ്സാന और നോവൽ നിഗാർ ഹെ. അദ്ദേഹം എന്താണ്? പ്രേംചന്ദ് ഉറുദുവിലെയും അതുപോലെ ഇന്ത്യയുടെയും മഷഹൂർ അഫ്സാന, പ്രശസ്തനായിട്ടുള്ള ചെറുകഥാകൃത്ത്, और നോവൽ നിഗാർ ഹെ, നോവൽ എഴുത്തുകാരനും കൂടിയാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഒന്നാമത്തെ സെന്റൻസ് ആയില്ലേ? മുൻഷി പ്രേംചന്ദ് 31 जुलाई 1880 ईस्वी को बनारस के करीब लंबी गांव में पैदा हुए. നോക്കൂ, പൈദായിഷ് എന്നാണ് തൊട്ട് മുമ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പൈദാ ഹുയേ, സെന്റൻസ് അവസാനിക്കുന്ന സമയത്ത് പൈദാ ഹുയേ, ജനിച്ചു. ഓക്കെ, അപ്പോൾ അദ്ദേഹം 1880 ജൂലൈ 31 മുൻഷി പ്രേംചന്ദ് ബനാറസിന് അടുത്ത് ലംബി എന്ന ഗ്രാമത്തിൽ പൈദാ ഹുയേ, ജനിച്ചു. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഉൻക അസ്ലി നാം, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ അസ്ലി നാം, യഥാർത്ഥ പേര് ധനപത് റായ് ഥ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ധനപത് റായ് ഥ ആയിരുന്നു, ധനപത് റായ് എന്നായിരുന്നു. और കൂടെ ഗർമെ ഉനെ നവാബ് റായ് കഹാ ജാതാ ഹെ. അദ്ദേഹത്തെ ആദ്യം അറിയപ്പെട്ടിരുന്ന പേര് നവാബ് റായ് എന്നായിരുന്നു. വൺ വേർഡ് ആയിട്ട് ചോദ്യം വരാട്ടോ. നവാബ് റായ് എന്ന തൂലികാ നാമത്തിലായിരുന്നു ആദ്യം അദ്ദേഹം രചനകൾ നടത്തിയിരുന്നത്. ഇസ്കെ ബാദ്, അതിനുശേഷം ഉനോനെ, അദ്ദേഹം പ്രേംചന്ദ് കെ നാം സെ ലിഖ്ന ശുറൂ കിയ. പിന്നീട് അദ്ദേഹം പ്രേംചന്ദ് എന്ന പേരിൽ എഴുതാൻ ആരംഭിച്ചു. ലിഖ്ന ശുറൂ കിയ, എഴുതാൻ ആരംഭിച്ചു. ഓക്കെ, ഉൻകെ അഫ്സാനോ കെ പഹലെ മജ്മുഅ, അദ്ദേഹത്തിൻ്റെ ചെറുകഥയുടെ ആദ്യത്തെ മജ്മുഅ, ആദ്യത്തെ ഗ്രന്ഥം, ബുക്ക് എന്ന് പറയുന്നത് സോസെ വത്തൻ ഹെ. എന്താണ്? സോസെ വത്തൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതി. ക്ലിയർ? और प्रेम 32 और ഹോബ് വഹയാൽ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ്. സോസെ വത്തൻ, പ്രേം 32 ഹോബ് വഹയാൽ ഒക്കെ അദ്ദേഹത്തിൻ്റെ തുടങ്ങിയ വഹൈറ ഉൻകെ മഷൂർ അഫ്സാനവി മജ്മുഅ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള
അഫ്സാനവി മജ്മുഅ എന്ന് പറഞ്ഞാൽ ചെറുകഥയുടെ ബുക്കുകളാണ്, ഗ്രന്ഥങ്ങളാണ്. ഓക്കെ. ഉൻക ഇന്തികാൽ, അദ്ദേഹത്തിൻ്റെ മരണം ഉത്തർപ്രദേശ് കെ ബനാറസ് മേ 8 ഒക്ടോബർ 1936 ഈസവി മേ ഹുവ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെയാണ്? 1936 ഒക്ടോബർ 8 ഉത്തർപ്രദേശ് കെ ബനാറസ് എന്ന പ്രദേശത്താണ് അദ്ദേഹം ഇന്തികാൽ, അദ്ദേഹം മരണപ്പെടുന്നത്. ഓക്കെ, ഈസവി മേ ഹുവ. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി തയ്യാറാക്കുക. മുൻഷി പ്രേംചന്ദിനെ കുറിച്ചോ അല്ലെങ്കിൽ ഗോപാൽദാസ് നീരജിനെ കുറിച്ചോ മിക്കവാറും നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ജീവചരിത്ര കുറിപ്പാണ്, സവാനി നോട്ടാണ്. കൃത്യമായിട്ട് മക്കൾ പഠിച്ചു പോവുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓക്കെ, അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് പിന്നീട് വീണ്ടും കാണാം. സബ്കോ ശുക്രിയ, ഹുദ ഹാഫിസ്.